സുഹൃത്തുക്കളെ, സിനിമാളിൻ്റെ ഈ എപ്പിസോഡിൽ ക്രിസ്റ്റഫർ നോളൻ്റെ പുതിയ ചിത്രം, ഇതിനകം ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദ ഒഡീസി എന്ന സിനിമയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. വാസ്തവത്തിൽ ഈ വീഡിയോ നേരത്തെ ചെയ്യേണ്ടതാണ്. കാരണം ദ ഒഡീസി റിലീസ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. മാത്രമല്ല ധാരാളം വീഡിയോകളും അതുപോലെ തന്നെ രചനകളും ലേഖനങ്ങളും എല്ലാം ഇതിനകം നൂറുകണക്കിന് എന്ന് തന്നെ പറയാം ദ ഒഡീസിയെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞു. മലയാളത്തിലും മറ്റ് എല്ലാ ലോകഭാഷകളിലും. കഴിഞ്ഞ ദിവസം 14-ാം തീയതിയാണ് ചൈനയിൽ സിനിമ റിലീസ് ചെയ്തത്. എന്നാൽ ഹോളിവുഡിൽ റിലീസ് ചെയ്ത അതേ സമയത്ത് തന്നെ ഇന്ത്യയിൽ റിലീസ് ചെയ്യുകയുണ്ടായി. മറ്റ് ഏതൊരു സിനിമ റിലീസിനേക്കാളും വളരെയധികം പ്രതീക്ഷയോടുകൂടിയും അതുപോലെ തന്നെ വലിയ ആവേശത്തോടു കൂടിയുമാണ് സിനിമാ പ്രേക്ഷകർ, പ്രത്യേകിച്ചും ക്രിസ്റ്റഫർ നോളൻ്റെ മുൻ സിനിമകൾ കണ്ടിട്ടുള്ളവരും അതുപോലെ തന്നെ സിനിമയുടെ പരിണാമത്തിൽ താല്പര്യമുള്ളവരും എല്ലാം തന്നെ ഈ സിനിമയെ കാത്തിരുന്നത്. IMAX 70mm ഫോർമാറ്റിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഇത് ഫിലിം ഫോർമാറ്റ്, ഇത് വളരെ ശ്രദ്ധേയമാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ഏകദേശം ഫിലിം ഫോർമാറ്റ് ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഡിജിറ്റൽ സിനിമകളാണ് ബഹുഭൂരിപക്ഷവും 99.9% എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫിലിം തിരിച്ചു വരുമോ, ഫിലിമിൻ്റെ രീതിയിലുള്ള പ്രൊജക്ഷൻ തിരിച്ചു വരുമോ, അതിൻ്റെ ചിത്രീകരണ രീതികൾ വീണ്ടും വരുമോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ, അത് റെസ്റ്റോർ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം, ഫിലിം പെട്ടികളായി അയക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ തന്നെ. അങ്ങനെ ആയിരിക്കെ തന്നെ ഫിലിം എന്ന് പറയുന്ന റീലുകളിലൂടെയുള്ള അതിൻ്റെ ശേഖരണവും അതിൻ്റെ രേഖപ്പെടുത്തലും അതുപോലെ തന്നെ അതിൻ്റെ പ്രദർശനങ്ങളും എല്ലാം സിനിമയുടെ ചരിത്രത്തിലും അതുപോലെ തന്നെ സിനിമയെ വളരെ കൃത്യമായി കാണുന്നതിലും എത്രമാത്രം സഹായകരമാണ് എന്ന് ആലോചിക്കുന്ന പല സംവിധായകരും കാഴ്ചക്കാരും നിരൂപകരെല്ലാം തന്നെ ലോകത്തുണ്ട് എന്നുള്ളത് ഒരവസ്ഥയാണ്. ഞാൻ ഈ സിനിമയും ഡിജിറ്റലും തമ്മിലുള്ള ആ ഒരു തർക്കത്തിൽ കക്ഷി ചേരുന്നതിന് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ചാർലി ചാപ്ലിൻ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സിനിമയിൽ സൗണ്ട് കൊണ്ടുവന്നു. ഹോളിവുഡിൽ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്, നമുക്കറിയാം. സിനിമയിൽ ശബ്ദം വന്ന കാലഘട്ടത്തിൽ സിനിമയുടെ യൂണിവേഴ്സാലിറ്റി, അതായത് അതിൻ്റെ ഒരു അന്താരാഷ്ട്ര സാർവദേശീയ സ്വഭാവം, ഈ സംസാരത്തിൽ അതാത് ഭാഷകൾ, അതാത് പ്രാദേശിക ഭാഷകളോ ദേശീയ ഭാഷകളോ ഏതോ ആവാം, ആ ഭാഷകൾ വരുന്നതോടുകൂടി അതിൻ്റെ സാർവദേശീയമാനം തകരും. അതുകൊണ്ട് തന്നെ അത് സിനിമയുടെ ഭാഷയെ, സിനിമയുടെ അടിസ്ഥാനപരമായ ഭാഷയെ, അതിൻ്റെ സ്വീകാര്യതയെ ഇല്ലാതാക്കും എന്ന ഒരു തരം ധാരണയാണ് ചാർലി ചാപ്ലിൻ അല്ലെങ്കിൽ അദ്ദേഹം പുലർത്തിയിരുന്നത്. ഒരർത്ഥത്തിൽ അതൊരു യാഥാസ്ഥിതികമാണ്. ഒരു മാറ്റത്തെ അദ്ദേഹം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന പോലെയായിരുന്നു 7 വർഷത്തോളം. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്കറിയാം, ഒരു മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയിൽ അല്ലെങ്കിൽ മുതലാളിത്ത സാങ്കേതിക വ്യവസ്ഥയിൽ ഒരു പുതിയ കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പഴയ പലതും അതേപോലെ അവശേഷിക്കില്ല. ഇപ്പോൾ പെട്ടി ഉണ്ടായിരുന്ന പഴയ രീതിയിലുള്ള ബോക്സ് വെച്ചിരുന്ന ടെലിവിഷൻ ഇന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. എല്ലാം തന്നെ ഫ്ലാറ്റ് ടെലിവിഷനാണ്. അതുപോലെ മാറ്റങ്ങൾ നാളെയും ഉണ്ടാകാം. ഇത് തന്നെയാണ് സിനിമയുടെ കാര്യത്തിലും. അപ്പോൾ ഡിജിറ്റൽ സിനിമ വ്യാപകമാവുന്നതോട് കൂടിയിട്ട് പിന്നെ ഫിലിമിലുള്ള സിനിമയ്ക്ക് പിന്നെ പ്രസക്തിയില്ല എന്ന രൂപത്തിലാണ് മുതലാളിത്തം അതിനെ കരുതുന്നത്. ആളുകളുടെ സൗകര്യം അത് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ശബ്ദം സിനിമയിൽ വന്നു, അത് വളരെ വലിയ ഒരു വിപ്ലവമാണ്. ആ വിപ്ലവത്തെ തടഞ്ഞു നിർത്തുന്നതിനോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുന്നതിനോ ഏകദേശം 6-7 വർഷത്തോളം ചാപ്ലിനെ ഹോളിവുഡ് അനുവദിച്ചു എന്ന് പറയുന്നത് ചാപ്ലിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർഡം, അദ്ദേഹത്തിൻ്റെ ഒരു താരപദവിയാണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. ചാപ്ലിനെ ക്രിസ്റ്റഫർ നോളനോട് ഉപമിക്കുകയല്ല ഞാൻ. പക്ഷേ ക്രിസ്റ്റഫർ നോളൻ ഇതുപോലെ തന്നെ ഇൻ്റർസ്റ്റെല്ലർ എന്ന പടത്തിൻ്റെ സമയത്ത് ഏകദേശം ഫിലിം സ്റ്റോക്ക് തന്നെ, ഉൽപ്പാദനവും ഫിലിം സ്റ്റോക്ക് ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെ സമ്പൂർണ്ണമായി അമേരിക്കയിൽ തന്നെ ഇല്ലാതായി കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ
അദ്ദേഹം നിർബന്ധം പിടിക്കുകയും അങ്ങനെ ഇൻ്റർസ്റ്റെല്ലർ വലിയ ഹിറ്റാവുകയും ചെയ്ത ഒരു ചിത്രമാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് റിലീസ് പോലും അത് ചെയ്തിരുന്നു. ഒരു മനുഷ്യരാശിയുടെ വിനാശത്തെ സംബന്ധിച്ചും ആ സമയത്ത് ജീവൻ മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിക്കുകയും അതിനെ സംബന്ധിച്ചുള്ള ഒരു ചിത്രമാണ്, സയൻസ് ഫിക്ഷനാണ്. അപ്പോൾ സയൻസ് ഫിക്ഷനിലായാലും അതുപോലെ തന്നെ ഹിസ്റ്റോറിക് ഡ്രാമ എന്ന് പറയുന്ന ബയോപിക്കുകളുടെ ഇതിൽ ഓപ്പൺഹീമർ പോലത്തെ ചിത്രങ്ങൾ, അതുപോലെ തന്നെ ബാറ്റ്മാൻ പോലുള്ള നമ്മുടെ കോമിക് കഥാപാത്രങ്ങൾ, ഡൺകിർക്ക്, നേരത്തെ എടുത്തിട്ടുള്ള ഓഫ് ബീറ്റ് സിനിമകളായിട്ടുള്ള ഇറിവേഴ്സിബിൾ, മെമൻറ്റോ പോലുള്ള ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ദ ഒഡീസിയിലെത്തുന്നത്. ഗ്രീക്ക് മിത്തോളജിയിലെ ഹോമറുടെ ഏറ്റവും പ്രസിദ്ധമായ, ലോകത്തെല്ലാവരും അത് പല ഘട്ടങ്ങളിൽ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഒഡീസിയുടെ ഈ ഒരു സിനിമ ഐമാക്സിൻ്റെ ഫിലിം ഫോർമാറ്റിൽ ഇന്ത്യയിൽ കാണുന്നതിന് സംവിധാനമില്ല. ലോകത്താകെ 41 തിയേറ്ററുകളിലാണുള്ളത്, അതിൽ 25 അമേരിക്കയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഐമാക്സ് ഡിജിറ്റൽ വെർഷൻ മാത്രമാണ് കാണുന്നത്. അത് തന്നെ നല്ല തിയേറ്ററുകൾ കുറവാണ് എന്നാണ് പൊതുവേ ഇതിൻ്റെ നിരീക്ഷകർ പറയുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു തിയേറ്റർ കോയമ്പത്തൂരിലെ ബ്രോഡ്വേ ആണ്. അവിടെ നിന്ന് ഒരു വട്ടം ഞാൻ കണ്ടു. ആദ്യത്തെ തവണ കണ്ടപ്പോൾ എനിക്ക് മികച്ച ഒരു ഇരിപ്പിടം ലഭിച്ചില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ബുക്ക് ചെയ്തിരിക്കുകയാണ്. അത് മറ്റൊരു കാര്യം. ഈ സിനിമ ഒരു വർഷം മുൻപ് തന്നെ ഞാൻ ബ്രോഡ്വേയിൽ ഇടയ്ക്ക് പോകുന്ന ഒരാളാണ്. ബ്രോഡ്വേയിൽ ഒരു വർഷം മുൻപ് തന്നെ അതിൻ്റെ ട്രെയിലർ തുടങ്ങിയിരുന്നു, അതിൻ്റെ ബുക്കിംഗ്. അപ്പോൾ അത് ഒരു സിനിമയുടെ ഇതിലേക്ക് ഒരു തീർത്ഥാടനം പോലെ സിനിമയ്ക്ക് പോകുന്നവർ, അതുപോലെ തന്നെ വളരെ ഒരു ദിവസം എടുത്ത് വേണം നമുക്ക് ഇവിടെ നിന്ന്, ഇപ്പോൾ ഞാൻ മണ്ണാർക്കാട്ടാണെന്ന് തന്നെ എങ്കിൽ പോലും കോയമ്പത്തൂർ പോയി സിനിമ കണ്ടുവരാൻ എനിക്ക് ഒരു ദിവസം എടുക്കും. അപ്പോൾ ഒരു തീർത്ഥാടനം പോലെ ഉള്ള അതിൻ്റെ രീതികൾ, അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ. ഇപ്പോൾ ഹോമറുടെ ഒഡീസിയുടെ നിരവധി വെർഷനുകൾ പല ഭാഷകളിൽ വന്നിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ 1930കളിൽ തന്നെ വന്നിട്ടുള്ള ഒരു പുസ്തകമാണ്. SPCSൻ്റെ പ്രസാധനം ചെയ്തിട്ടുള്ള 10ാമത്തെ പതിപ്പാണിത്. ഒഡീസി ഹോമർ സി മാധവൻ പിള്ള തർജ്ജമ ചെയ്ത പുസ്തകം. വേറെയും ആളുകൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ 2017 എമിലി വിൽസൻ്റെ സുപ്രസിദ്ധമായ ഒരു വെർഷൻ ഇംഗ്ലീഷിൽ വരികയുണ്ടായി. ആ വെർഷനാണ്, അല്ലെങ്കിൽ ആ ഒരു ബുക്കാണ് ഇതിൻ്റെ ഒരു ഞാൻ ബേസായി സ്വീകരിച്ചത് എന്ന് ഒരു ഘട്ടത്തിൽ ക്രിസ്റ്റഫർ നോളൻ പറയുന്നുണ്ട്. മാത്രമല്ല എമിലി വിൽസൺ ഈ ചിത്രത്തെ സംബന്ധിച്ച് രൂക്ഷമായ ചില വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിമർശനങ്ങളോടും അതുപോലെ തന്നെ വളരെ പഠനങ്ങളോടും വളരെ സഹിഷ്ണുതാപരമായും അതുപോലെ തന്നെ വളരെ ഫിലോസോഫിക്കലായും അതുപോലെ തന്നെ വളരെ മിതത്വത്തോടു കൂടിയുമുള്ള പ്രതികരണങ്ങളാണ് ക്രിസ്റ്റഫർ നോളൻ നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഉദാഹരണത്തിന് ചൈനയിൽ ചിത്രം ഞാൻ നേരത്തെ പറഞ്ഞു 14-ാം തീയതി ആണ് റിലീസ് ചെയ്യുന്നത്. അവിടെ അതിനോട് മുന്നോടിയായി ഷോങ് ഷു എന്ന് പറയുന്ന അവിടുത്തെ ഒരു പോഡ്കാസ്റ്റർ മാത്രമല്ല, അവർ അവിടെ തത്വശാസ്ത്ര അധ്യാപികയാണ്, രാഷ്ട്രീയ അധ്യാപികയാണ്. അവരുമായിട്ടുള്ളൊരു അഭിമുഖം യൂട്യൂബിലുണ്ട്, 17 മിനിറ്റ് ഉള്ളത്. അതിൽ ചോദിക്കുന്നുണ്ട്, താങ്കൾ ഈ സിനിമയിൽ പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം ഈ ഒഡീസിയസിൻ്റെ ഒരു വികാരം ഇതിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ, ഇത് ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഒരു വികാരമല്ല. അപ്പോൾ അതിനെ ഒരു ക്രിസ്ത്യനൈസേഷനാണ് താങ്കൾ ഇതിലൂടെ നടത്തുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ആണെന്നും അല്ലെന്നും ഉള്ള രീതിയിൽ ഉള്ള മറുപടിയല്ല നൽകുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നത്തെ നാഗരികതയുടെ കാലഘട്ടത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നാഗരികതയ്ക്കുണ്ടായ വളർച്ച ഗ്രീക്ക് മിത്തോളജിയിലുണ്ടായത്, അതിനുശേഷം ക്രിസ്ത്യാനിറ്റി, പിന്നെ മറ്റുള്ള അതിനുശേഷമുള്ള കാര്യങ്ങൾ യൂറോപ്പിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇതാകുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്നെ സ്വാധീനിക്കാം എന്ന രീതിയിലുള്ള ഒരു ഉത്തരമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ പല ആളുകൾ ഇവിടെ നിരീക്ഷിക്കുകയുണ്ടായി. ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന വീഡിയോകളിലും ഒക്കെ തന്നെ അതിൻ്റെ ഒരു നിലവാരം. അപ്പോൾ സിനിമയുടെ ഈ തരത്തിലുള്ള ഈ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നതിനും അത് ഇതാക്കുന്നതിനുമൊക്കെ തന്നെ, അത് പ്രാവർത്തികമാക്കുന്നതിനുമൊക്കെ തന്നെ സാധ്യമായിട്ടുള്ള ഒരു സിനിമയാണ് ദ ഒഡീസി. അതിൻ്റെ ഉള്ളടക്കത്തിലേക്കോ അതിൻ്റെ മറ്റ് ഘടകങ്ങളിലേക്കോ ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല. ഇതൊരു വർക്ക് ഇൻ പ്രോഗ്രസ് പോലെയാണ്. ഞാൻ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ലേഖനം ദ ഐഡത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വായിക്കപ്പെട്ടു. പല ആളുകളും എന്നോട് അതിൻ്റെ ആശയം അത് നന്നായി എന്നുള്ളതൊരു പങ്കുവയ്ക്കുകയുണ്ടായി. ഞാനതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലിടാം.
എല്ലാവരും അത് വായിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ തുടർന്നും ഈ സിനിമ ഞാൻ പറഞ്ഞു രണ്ടാമത് ഞാൻ കാണുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. എല്ലാവർക്കും അഭിവാദനങ്ങൾ.